രാഹുൽ ഗാന്ധി വീണ്ടും വലിയ ഒരു ബോംബുമായി വന്നിരിക്കുന്നു. ഇപ്പോൾ പറയുന്ന ഹൈഡ്രജൻ ബോംബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്, ആരുടെയോ സംഭാഷണം, ഉന്നതർ തമ്മിലുള്ളൊരു സംഭാഷണം പുറത്തുവിടുകയാണ്. അതിന് പ്രധാനമന്ത്രിയാണോ, അല്ലെങ്കിൽ അമിത്ഷായാണോ, ജെ പി നദ്ദയാണോ, അതോ നിതിൻ ഗഡ്കരിയാണോ, അതിങ്ങനെ താഴോട്ട് വരുമ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുടേതാണോ, സിവിൽ സെക്രട്ടറിയുടേതാണോ, ആരുടെയെന്നറിയില്ല. ആരുടെയോ രണ്ടുപേരുടെ സംഭാഷണം രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ശബ്ദ സന്ദേശം കിട്ടിയിട്ടുണ്ട്. അത് ചോർന്ന് കിട്ടിയതായിരിക്കും. അത് പ്രകാരം ഇലക്ഷൻ കമ്മീഷന് സമാന്തരമായൊരു സംവിധാനം കൊണ്ടുവന്നുകൊണ്ട് വോട്ടുകൾ ഒരുപാട് ചേർത്തിരിക്കുന്നു, വോട്ടേഴ്സ് ലിസ്റ്റിൽ കള്ളത്തരം കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ബോംബ് ബീഹാർ ഇലക്ഷന് മുമ്പേ പുറത്തുവിടും എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അത് എവിടെയൊക്കെയാണ് കൊണ്ട് ചെല്ലുക എന്ന് നമുക്കറിയില്ല. പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഒരു NDAക്ക് മുൻതൂക്കം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നൊരു പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ബോംബ് പൊട്ടുമോ, എങ്ങോട്ടേക്കാണ് ഈ ബോംബ് പോകുന്നത് നമുക്കറിയില്ല. വോട്ടധികാർ യാത്ര നടത്തി, വോട്ട് ചോരി യാത്ര നടത്തി, അങ്ങനെ കുറേ പരിപാടികളൊക്കെ നടത്തി. 3-3.5 ലക്ഷം ആളുകൾക്ക് ഇലക്ഷൻ കമ്മീഷൻ കത്തും കൊടുത്തു. കേരളത്തിലും കുറേ വോട്ടിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു. സുരേഷ് ഗോപിക്ക് വരെ ഇരട്ട വോട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം നടന്നു ഇവിടെ. പക്ഷേ എങ്കിലും ഇതൊന്നും വേണ്ടത്ര ഇലക്ഷൻ കമ്മീഷൻ സീരിയസ് ആയിട്ട് എടുത്തില്ല. അവർ അതിന് പകരം സ്പെഷ്യൽ ഇൻറ്റൻസീവ് ആക്ഷൻ റിവിഷൻ, അത് SIR എന്ന് പറഞ്ഞു, അതായത് അതിതീവ്രമായ ഒരു തിരുത്തൽ പ്രക്രിയ നടത്താൻ, SIR നടത്താൻ അവർ തീരുമാനിച്ചു. അവർ രാജ്യത്താകെ SIR നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല, വളരെ ഗൗരവതരമായ ഒരു വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നവർ ചിന്തിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഗുരുതരമായ ഒരു വിഷയമായിട്ട് ഇത് വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഈ ഹൈഡ്രജൻ ബോംബ് പൊട്ടുമോ, ചീറ്റുമോ, എവിടെ വെച്ചാണ് അദ്ദേഹം പൊട്ടിക്കുക? ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പാണോ, ശേഷമാണോ, അതോ രാജ്യത്തിൻ്റെ ഏത് ഡൽഹിയിൽ വെച്ചാണോ, നേരത്തെ പത്രസമ്മേളനത്തിൽ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ നടത്തിയപ്പോൾ അങ്ങനെയാണോ, അതോ ബൈറ്റായിട്ടാണോ, എങ്ങനെയാണ് ഇത് പൊട്ടിക്കുക നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹം ഒരു ബോംബുമായി നടക്കുകയാണ്. ആ ബോംബ് പൊട്ടും, പൊട്ടിക്കുമ്പോൾ എത്ര തലകൾ ഉരുളുമെന്നിപ്പോൾ പറയാൻ കഴിയില്ല. അതോ രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവരുന്ന പല വിഷയങ്ങളും നനഞ്ഞു പോയിട്ട് പടക്കം പോലെ ആയിട്ടുണ്ട്, അതുപോലെ ഇതാകുമോ എന്നറിയില്ല. പക്ഷേ ബീഹാറിൽ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ വിഷയം നാഷണൽ അറ്റൻഷൻ കിട്ടുകയും ഇലക്ഷൻ കമ്മീഷൻ അതിനാവശ്യമായ ചില കറക്ഷൻസ് എടുക്കുകയൊക്കെ ചെയ്തപ്പോൾ അതൊരു വലിയ അറ്റൻഷൻ കിട്ടി അതിന്. അപ്പോൾ അങ്ങനെ കിട്ടുമോ, അത് തകരുമോ, ആരുടെ തല പൊട്ടും, ആർക്കൊക്കെയാണ് ഈ ഹൈഡ്രജൻ ശ്വസിക്കേണ്ടി വരിക, ഓക്സിജൻ ശ്വസിക്കാത്തത് കൊണ്ട് ശ്വാസം മുട്ടുണ്ടാകുന്നത് ആർക്കൊക്കെയാണെന്ന് നമുക്കിപ്പോൾ പറയാനാകില്ല. കാത്തിരുന്ന് കാണാം.